ദൈവിക സാന്നിധ്യത്തിന് എതിരെ നടക്കുന്ന വ്യക്തികളാണ് നമ്മൾ. ജീവിതത്തിൽ നിരാശ വരുമ്പോൾ, നാം ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ എതിരെ നടക്കും. ആ സമയത്ത് അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഒളിച്ചോടും കിട്ടാതെ വരുമ്പോൾ. രണ്ട് ശിഷ്യന്മാര് എമാവൂസിലേക്ക് പോകും. ജെറുസലേമിൽ ദൈവിക സാന്നിധ്യത്തിലായിരിക്കേണ്ട ശിഷ്യന്മാര് എമാവൂസിലേക്ക് പോകും. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഈ ദിവികാനത്ത് ചേർത്ത് പിടിക്കേണ്ട നമ്മൾ പലപ്പോഴും എവിടെയെങ്കിലൊക്കെ ഓടും. കുറെ ബ്രദർമാരുടെ അടുത്തേക്ക് ഓടും, കുറെ അത്ഭുതങ്ങളുടെ അടുത്തേക്ക് ഓടും. അവിടേക്കൊന്നല്ല, ദിവികാനത്തിൽ ചേർന്നിരിക്കുക. ദൈവിക സാന്നിധ്യം എവിടെയുണ്ടോ ആ ദിവികാനത്തോട് ചേർന്നിരിക്കേണ്ടത് നമ്മൾ നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഓടുന്ന വ്യക്തികളായിട്ട് മാറാതിരിക്കുക. ശിഷ്യന്മാർ ഓടിയതിന് കാരണം അവർ ഭയം, ആകുലത, ടെൻഷൻ, നിരാശ ഇതൊക്കെ വന്നപ്പോഴാണ് അവർ ഓടിയത്. ഇനി രണ്ടാമതായിട്ട് പിന്നെ ഓടുന്നത് ആദ്യ മാതാപിതാക്കളാണ്. പാപം വന്നു കഴിഞ്ഞപ്പോൾ അവർ ദൈവിക സ്ഥാനത്തിൽ ഓടി ഒളിക്കുക. നിങ്ങൾ എവിടെയാ? ഞങ്ങൾ ഒളിച്ചിരിക്കുക, കാരണം ഞങ്ങൾ പാപം ചെയ്തു. ഇനി നമ്മള് മൂന്നാമതായിട്ട് ഓടി ഒളിക്കുന്നത് എന്തുകൊണ്ടാ? തിരക്ക്, വാട്സപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ സോഷ്യൽ മീഡിയ, അതുപോലെ എൻ്റെ ആരോഗ്യം, എക്സസൈസ്, ഇതൊക്കെ വരുമ്പോൾ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നവരായിട്ട് മാറും. ചിന്തിച്ചു നോക്കുക. ദൈവിക സാന്നിധ്യത്തിന് എതിരെ നടക്കാതിരിക്കുക. ജീവിതത്തിലെ വീഴ്ചകളുണ്ടാകും, തോൽവികളുണ്ടാകും. ചില സമയങ്ങളിൽ കണ്ണുനീരും നിരാശയുടെ വഴികളായിരിക്കും. ആ സമയത്തൊക്കെ ചേർത്ത് പിടിച്ചേക്കണം. നീ എവിടേക്ക് ഓടിയാലും ഒരു സ്ഥലത്ത് നിനക്ക് ആശ്വാസം കിട്ടില്ല. ദൈവം നിന്റെ കണ്ണുനീര് തുടയ്ക്കുമെന്നുള്ളതാണ്. ആ കണ്ണുനീര് തുടയ്ക്കുന്നവനടുത്ത് തന്നെ ചേർന്ന് നിന്നേക്കാം. ഒരാശ്വാസം അപ്പം കിട്ടുന്നേ. പ്രാർത്ഥിക്കും.